2, 1 start. Hey guys, welcome back to our channel. ഇന്നത്തെ വീഡിയോ വന്ന് ഒരു ഗാർഡൻ ടൂറാണ്. നമ്മുടെ മുറ്റത്തിലുള്ള പഴങ്ങളും പൂക്കളുടെയും വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ചെടിയാണ്. ഇതാണ് ഗൈസ് അട്ട. ഇവിടെ ഉണ്ടായിരുന്നില്ല, അത് പോയെന്നാണ് ഗൈസ് തോന്നുന്നത്. ദാ ഇതിനകത്താണ് ഉണ്ടായിരുന്നത് അട്ട, ഇപ്പൊ കാണുന്നില്ല. അപ്പൊ ഇതാണ് നമ്മള് പഴുത്ത ചെറി, കാണുന്നില്ല? അവിടെ കൊറേ എണ്ണ ഇരിപ്പുണ്ട്. പക്ഷെ ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര അട്ട ആയതുകൊണ്ട്. മൊത്തത്തിൽ ഇത്രേ കിട്ടിയുള്ളൂ. എല്ലാ തണ്ടിലും അട്ടയാണ്, മൊത്തത്തിൽ അട്ടയാണ്. എല്ലാത്തിനും കാണിക്കാം, വീട് എടുത്ത് കാണിക്കാം. പക്ഷെ അട്ടയാണ്, കഴിച്ചോക്കാൻ പോകാം. ശരി ഉപ്പിലിടാൻ കൊള്ളായിരിക്കും. പുളിപ്പ് ഭയങ്കര പക്ഷെ കൊള്ളാം. വീട്ടിലത്തെ മത്സ്യത്തില്ലേ, ഓർഗാനിക് ചെറി, 100% ഓർഗാനിക് ചെറി. ഇത് നല്ല പച്ച ചെറിയാണ് ഗൈസ്. കഴിച്ച ഇതിലും പുളിപ്പ് കാണും, പഴുത്തയിലും പുളിപ്പ് കാണും കേട്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ ചക്കമരം. മുകളിൽ നിറച്ച് ചക്ക നിൽപ്പുണ്ട്. പക്ഷെ ഈ ഒരു ചക്ക മാത്രം നമ്മൾ കഴിഞ്ഞു. ഒരു ചക്ക നിൽക്കുന്നുണ്ട്. അഞ്ച് ചക്ക നിൽക്കാൻ മാത്രമാണ് നമ്മൾ കാണുന്നത്. അതാണ് അടുത്ത് നമ്മളുടെ മുറ്റത്തുള്ളത് കസ്റ്റേർഡ് ആപ്പിൾ ആണ്. കസ്റ്റേർഡ് ആപ്പിൾ ഉണ്ട്. ഒരെണ്ണം മുഴുവൻ അഴുവി പോയിട്ടുണ്ട്, വേറെ ഉണ്ട് കൊച്ചൊക്കെയാണ്. ഇവിടെ കണ്ടോ, ഒരെണ്ണം അഴുവി പോയിട്ടുണ്ട്. അവിടെ ഒരെണ്ണം വലുതായി വരുന്നുണ്ട്. പിന്നെ അത് കൊച്ചാണ്. അതിന് വലുതായി വരുമ്പോൾ കഴിക്കാൻ നല്ല രുചിയാണ്. കസ്റ്റേർഡ് ആപ്പിളിന്റെ അടുത്ത് തന്നെ ഒരു പപ്പായ മരം ഉണ്ട്. പപ്പായൊക്കെ കായ്ച്ചു നിൽപ്പുണ്ട്. എവിടെയൊക്കെ ഉണ്ട്, കൊറേ പൂവൊക്കെ ഉണ്ട്. പൂ ഞാൻ കണ്ടില്ലല്ലോ. ആക്ച്വലി പൂ ചെറുതായിട്ട് മേളിൽ ഇരിപ്പുണ്ട്. പൊടി നമ്മുടെ മുറ്റത്തില് ഒരു പപ്പായ മരമല്ല, 2 പപ്പായ മരം ഉണ്ട്. ഇതാണ് അടുത്ത നമ്മുടെ പപ്പായ മരം. ഇതിന് കണ്ട് നിറയെ പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ അതിലുള്ള പോലെ അത്രയ്ക്ക് പപ്പായ ഇല്ല, നിറച്ചും പൂവാണുള്ളത്. അതില് കുറച്ച് പൂ, ഇതില് നിറച്ച് പൂവുണ്ട്. പിന്നെ അവിടെ നിറച്ച് കായുണ്ട്, ഇവിടെ കുറച്ച് കായുണ്ട് കേട്ടോ ഗൈസ്. ഇതൊക്കെ ഇപ്പോഴാണ് വളർന്നു വരുന്നത്. നീ മൊത്തത്തിൽ വളർന്നിട്ടില്ല. പൂക്കളൊക്കെ ഇപ്പാണ് പിടിക്കുന്നത്, നല്ല പുതിയ തളിരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടുത്ത് തന്നെ ഒരു മാങ്ങ മരമുണ്ട്, മാവ്. പിന്നെ മാവ്, ഇത് മാവാണ് ഗൈസ്. അപ്പൊ ഇത് ആക്ച്വലി ഒരു കുഴിക്കകത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇതിനകത്ത് കായ്ക്കളൊന്നും ഇല്ല, ഭയങ്കര ചെറിയ കൊച്ചു മരമാണ്. ഇത് പണ്ട് ഉണ്ടായിരുന്ന മരമാണ്, അതിനെ വെച്ച് പിടിപ്പിച്ച് വലുതായി. ഇതുവരെ ഒരു കാ കായ്ച്ചിട്ടില്ല. അടുത്ത് നമ്മുടെ മുറ്റത്തിലുള്ള തേങ്ങ മരമാണ്. നിറച്ച് തേങ്ങയുണ്ട്. ഈ ഇടയ്ക്ക് തേങ്ങ നമ്മള് വെട്ടിയതേ ഉള്ളൂ. ഇപ്പോഴിത് നിറച്ച് തേങ്ങയുണ്ട്. എപ്പോഴെങ്കിലും ഒക്കെ ഒടിഞ്ഞു വരും. വെട്ടി ഇടിച്ചിട്ടുണ്ട്, അതിനകത്ത് കൊറേ കാണാം. ഇതൊക്കെ തേങ്ങാണ് ഉള്ളത്. ഇത് നമ്മൾ
പേരയ്ക്ക മരമാണ്, മരമായിട്ടില്ല, പേരയ്ക്കയുടെ കുഞ്ഞു തൈ, പേരയ്ക്ക തൈയാണ്. ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു മുമ്പ്, അതിനെ മുറിച്ചത് 2 തൈകളാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയ മരം കണ്ടാലോ? കമോൺ. വാ വാ. അപ്പൊ ഇതാണ് ആ വലിയ മരം. ഇതാണ് ആ വലിയ മരം. ഇത് നേരത്തെ വലുതായിട്ടുണ്ട്. ഈ ഇല കണ്ടോ, ഒരുമാതിരി പെട്ടൊരു ഇല പോലെ ഇരിക്കുന്നത് എന്തെന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഇലയൊക്കെ നല്ല ഇലയാണ്, പക്ഷെ ഇത് മാത്രം ഒരുമാതിരി ഇരിക്കുന്നു. ഇനി അടുത്ത് നമ്മളെ മുറ്റത്തിലുള്ളത് ജാമ്പയ്ക്കയാണ്. ജാമ്പയ്ക്ക നിറച്ചുണ്ട്, പക്ഷെ നമുക്ക് എത്തത്തില്ല എടുക്കാന്, നിറയെ നിക്കുന്നുണ്ട്. ഇവിടെ ഒരെണ്ണ, എന്നിട്ട് എന്താ ചിരി ഇരിപ്പുണ്ട് അവിടെ ഇവിടെയൊക്കെ. ഒരു മിനിറ്റ്, വീണ് 2 എണ്ണ, ഒന്നും വീണില്ല ഗൈസ്, പാവം വെച്ച്. അപ്പൊ ഗൈസ്, നമ്മൾ ഇതുവരെ നമ്മളുടെ മുറ്റത്തിലുള്ള എല്ലാ പഴങ്ങളും കണ്ട്, ഇനി നമ്മൾ പൂക്കൾ കാണാം. ഇവിടെ ഇരുന്ന് അച്ഛനുണ്ട്, നമ്മൾ ഒന്നായിട്ട് കാണിക്കുന്നത്. ഇത് നമ്മളുടെ ഒരു പടർന്ന ചെടിയാണ്. പിന്നെ ഇതൊരു ചുവന്ന ഒരു പൂവാണ്. പൂവിന്റെ പേരൊന്നും അറിയത്തില്ല, പക്ഷെ നല്ല ഭംഗിയാണ്. മൊട്ട്, ഇതാണ് മൊട്ട്. ഇത് വിരിഞ്ഞു വരുന്ന പൂവാണ്. ഇതില് ചില പൊടിയൊക്കെ അടിച്ചിട്ടുണ്ട്, നമ്മൾ ചവിട്ടുന്നൊക്കെ ഇല്ലേ, അതുകൊണ്ടാണ്. നടക്കുന്ന സ്ഥലത്തിലാണ് ഇത് ഇരിക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ വരും. ഇത് കണ്ടോ, ഇത് വന്നിട്ട് പറയുന്നതും വെള്ളത്തിലിട്ടാ പൊട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ബോംബ്, അതിന്റെ ചെടിയാണ്. അത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോ കാണാൻ പറ്റും. ഇതാണ് അതിന്റെ ചെറുത്. ഇത് കണ്ടോ ഗൈസ്, നമ്മളെ വീട്ടിലും വളർന്നു. ഇത് അപ്പൂപ്പൻ താടിയാണ്, നമ്മൾ അങ്ങനെ വിട്ടിരിക്കുന്നു. നമുക്ക് ഒരെണ്ണം അടുത്ത് ഊതിയാലോ? അയ്യോ, എനിക്ക് കണ്ടില്ല കീറിയാലോ? അതെ. അയ്യോ, അവിടെ മൊത്തം നമ്മൾ ഊതിയിട്ടിട്ടുണ്ട്. അത് തന്നെയാണ്. എന്നിട്ട് ഇതെന്തോ ചെടി? ഇത് വന്ന് മുറിവ് പച്ചില എന്നാണ് പറയുന്നത്, പക്ഷെ മുറിവ് പച്ചില അല്ല. ഇത് അതിന് യൂസ് ചെയ്യാറുണ്ട്. ഇത് അരച്ചൊക്കെ ഇടുമ്പോഴേ ഒരു വേദനയൊക്കെ മാറും. എന്നിട്ട് ഇത് അത് നമ്മള് കാണിച്ചില്ല. ഇതാണ് നമ്മൾ പറഞ്ഞത്, വെള്ളത്തിലിട്ടാ പൊട്ടുന്നത് ബോംബ്. അതിന് അങ്ങോട്ട് പോകുമ്പോൾ ശകലം കൂടെ പഴുത്തിയൊക്കെ കാണാം. ഇത് കണ്ടോ ഗൈസ്, പൂ നിറച്ചുണ്ട്, നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതൊക്കെ. എന്ത് പൂവാണെന്നൊന്നും അറിയത്തില്ല. പൂ കണ്ടാ ഭംഗിയുണ്ട്, പക്ഷെ അതിന്റെ പേരൊന്നും അറിയത്തില്ല. പകുതി മുറ്റത്തുള്ള ചെടികളിലും പേരൊന്നും അറിയത്തില്ല, പക്ഷെ മുറ്റത്തില് ചെടിയുണ്ട്. ഇതും നമ്മൾ അവിടെ കണ്ട പോലെ പടരുന്ന ചെടിയാണ്. നമ്മൾ അവിടെ നല്ല വലുതായിട്ട് പടർന്നു, ഇത് ചെറുതായിട്ട് തന്നെ പടർന്നത്. ഇതും നമ്മൾ അവിടെ കണ്ട ചെടിയാണ്. ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള ഇത് എനിക്ക് അറിയത്തില്ലായിരുന്നു, ഇത് ഇവിടെ നിക്കുന്നുണ്ടായിരുന്ന. ഈ പേരൊന്നും അറിയത്തില്ല, ഇത് അതേ ബോംബ് തന്നെ. എന്നിട്ട് ഇത് റോസാ ചെടിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ നല്ല പഴുത്ത് നിക്കുന്ന. ഇത് ഇട്ടാലും പൊട്ടും, ഞാൻ പിന്നെ കാണിച്ചത്. ഇത് റോസാപ്പൂവാണ്, പൂവില്ല, റോസാ ചെടി. റോസാ ചെടിയാണ്. ഇത് എന്താണെന്നൊന്നും അറിയത്തില്ല, പേരറിയത്തില്ല. ഇത് കണ്ടോ ഗൈസ്, വീട്ടിലേക്ക് പറ്റുന്നത് തൂക്കിയിട്ടത് അപ്പുറത്തിരിപ്പുണ്ട്, നമ്മൾ കാണിച്ചു തരും. എന്നിട്ട് ഇത് എന്തൊരു സോഫ്റ്റ് സംഭവമാണ്, വെൽവെറ്റ് പോലെ ഇരിക്കും. അതാണ്, നല്ല ഭയങ്കര സോഫ്റ്റ് ആണ്, കാണാൻ നല്ല ഭംഗിയാണ്. ചിലതിലൊക്കെ മുള്ളുണ്ട്. അതാ മുള്ളുണ്ട് ഗൈസ്, മുള്ള്. നമുക്ക് അവിടെ കാണിച്ചിട്ട് ഇത് എന്നിട്ട് ഇൻഡോർ പ്ലാന്റ്സിന്റെ ഒരു വെറൈറ്റി ആണ് ഇതൊക്കെ. ഇവിടെ നിന്ന് അങ്ങറ്റം വരെ ഉണ്ട്. ഇത് എന്ത് ചെടിയാണെന്ന് അറിയത്തില്ല. ഇത് വന്ന് ഒരുമാതിരി പെട്ട ഒരു ചെടിയാണ്. ഇതിന്റെ തൊടുമ്പോ തന്നെ ഒരുമാതിരി മുള്ളു പോലെ ഇരിക്കും, സൊറി പിടിച്ചത്. എനിക്കത് ഇഷ്ടമില്ലാത്ത ചെടിയാണ്. ഇത് കണ്ടോ, ഇത് വന്ന് ലില്ലിയാണ്, ഡാർക്ക് റെഡ് ലില്ലി. അതാണ് ഇത് ഡാർക്ക് പിങ്ക്. ഇത് പിന്നെ അതിന്റെ മൊട്ട്, ഇത് അതിന്റെ ചെറിയ മുട്ടാണ്. ചെറിയ മുട്ട് ലൈറ്റ് ആയിട്ട് നിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഇവിടെ കുറെ പേരറിയ ചെടികളുണ്ട് ഇവിടെ, പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് കണ്ടോ, ഇപ്പഴത്തെ കളറുണ്ട്, പക്ഷെ ഫ്രണ്ട് കളറില്ല. ഇനി അപ്പുറത്തത് ഇത് വന്ന് ലില്ലി. ഇതാണ് ലില്ലി. ലില്ലിയിലും പൂ കായ്ക്കും, പക്ഷെ പൂ കായ്ക്കും, അടി പൂ പൂക്കും. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ ഒരു നല്ല, ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ട്.
ഇത് പിന്നെ ഫാം ട്രീ ആണ്. ഫാം ട്രീ. പാമാ? ഫാം അല്ലല്ലോ, ഇത് ആക്ച്വലി ഡെക്കറേഷന് വെക്കുന്ന ഒരു ചെടിയാണ്. ഫാമിന്റെ എന്തോ വെറൈറ്റി ആണ് ഇത്. ഇത് അപ്പുറത്തെ സൈഡ് കൊണ്ട് എല്ലാവരുടെ വീട്ടിൽ കാണും. 10 മണിയാണ്. നിറച്ച് കായ്ച്ചിട്ടുണ്ട്. മുട്ട പൂത്തിട്ടുണ്ട്. മുട്ട ഒത്രയുണ്ട്. ഇത് വന്ന് 2-3 പൂ എപ്പോഴെങ്കിലും ഒക്കെ പൂക്കും. അതിന്റെ പേരൊന്നും അറിയത്തില്ല. എന്നിട്ട് ഇതാണ് ബട്ടർഫ്ലൈ ചെടി. ബട്ടർഫ്ലൈ ജാസ്മിൻ. അത് ആർക്കറിയാം, ജാസ്മിൻ എന്ന് പറയുന്നു. പിന്നെ ഇതാണ് ബട്ടർഫ്ലൈ ചെടി. അത് തന്നെ. അതിന്റെ പൂവാണ് നല്ല ലാവൻഡർ കളർ ഉണ്ട്. ഇതാണ് ലാവൻഡർ. ഇത് തന്നെ. എന്നിട്ട് ഇത് എന്തൊരു ചെടി? ഇൻഡോർ പ്ലാന്റ്. എന്നിട്ട് ഇവിടെ എല്ലാം ടർട്ടിൽ വൈൻ പടർന്ന് കിടപ്പുണ്ട്. ഇവിടെ ഞാൻ കാണിച്ചതുപോലെ ബട്ടർഫ്ലൈ ചെടിയാണ്. ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. നമ്മൾ അവിടെ നേരത്തെ പടർന്ന് കിടന്ന ഒരു ചെടിയാണ്. ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൊച്ചു ചെടി ഇവിടെ. അത് പിന്നെ ഒരു ബണ്ണിയാണ്, കാക്ടസ് വെറൈറ്റി. ഇതൊക്കെ ടർട്ടിൽ വൈൻ ആണ്. ഇവിടെ കാക്ടസ് ഉണ്ട്. ഇവിടെ നല്ല പിന്നെ ഇതൊരു വെറൈറ്റി കാക്ടസ് ആണ് ഇപ്പുറത്തിരിക്കുന്നത്. പിന്നെ അതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ്. ഇത് ടർട്ടിൽ വൈനും ആണ്. നമ്മൾ ഇവിടെ ഇരിക്കുന്നതൊക്കെ പോയി പരിചയപ്പെടാം ആരാണെന്ന്. ബാബു ചേച്ചി പറയണ ഇതന്നെ. എനിക്ക് ഇവിടെ ഉള്ളതൊന്നും അറിയത്തില്ല. ഇത് ഇവിടെ പടർന്ന് കിടക്കുന്നത് പംകിനാണ്. അതിൽ നല്ല മുള്ളൊക്കെ ഉണ്ട്. മുള്ള് കുത്തും. പംകിന്റെ പൂവാണ്. 2 കാ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം കിട്ടിയ കായെല്ലാം പടർന്നു പോയി. പിന്നെ ഇതിന്റെ സീഡ് ഇവിടെ ഉണ്ട്. അത് ആക്ച്വലി കായ് നേരാണ് ആവാതെ ഉണങ്ങി. ഇതാണ് ആ കാ ഉണങ്ങി ആയതാണ്. എന്നിട്ട് ഇവിടെ മൊത്തം ചെളിയാണ് ഗൈസ്. അതുകൊണ്ട് ചുറ്റി ചുറ്റി വരട്ടെ. ഇനി ഇത് വന്ന് ബ്രിഞ്ചാളാണ്. കത്തിരിക്കാണ്. പിന്നെ ഇത് അതിന്റെ പൂവൊക്കെ ഇരിപ്പുണ്ട്. ഇത് പംകിന്റെ ഫസ്റ്റ് ആണ്. ഒന്നൊന്നായിട്ട് പറ. സോറി ചേരാക്കിയ. അപ്പൊ ഇതാണ് അതിന്റെ പൂ ഗൈസ്. ഇതാണ്. അയ്യോ ഓടാതെ ചെടിയെ. അപ്പൊ ഗൈസ് ഇതാണ് അതിന്റെ പൂ. കൊറേ കൊച്ചു കൊച്ചു മുട്ടിരിപ്പുണ്ട്. പിന്നെ പംകിന്റെ ഫസ്റ്റ് തുടങ്ങുന്ന എവിടെയാണെന്ന് ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഇത് നമ്മൾ ഇവിടെ എന്തോ ഒരു ഇട്ടപ്പോഴും. പിന്നെ ഇത് മണത്തക്കാളി. മണത്തക്കാളിയുടെ തക്കാളി അല്ല, പക്ഷെ തക്കാളിന്റെ പൂവുണ്ട്. ആ വെള്ള കളറാണ് മണത്തക്കാളിന്റെ പൂ. നമ്മൾ ചെറിയുടെ പൂവൊന്നും കാണിച്ചില്ല. അത് കുഴപ്പമില്ല. എന്നിട്ട് അതൊക്കെ റോസാ ചെടിയാണ്. ഇത് വന്ന് പിച്ചിപ്പൂവിന്റെ ചെടിയാണ്. ഇത് ബ്രിഞ്ചാളാണ്. ഇതിന് ബ്രിഞ്ചാൾ വരാൻ വേണ്ടി പൂ വിടർന്ന് അവിടെ ഇരിപ്പുണ്ട് മുട്ട. എന്നിട്ട് ഇതൊന്ന് റോസാ പൂവാണ്. ഏകദേശം 10-12 പൂവൊക്കെ ഇരിക്കും. വന്നിട്ടില്ല. എന്നിട്ട് മണി പ്ലാന്റ്. ഇത് പിന്നെ അതേപോലെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇത് ആക്ച്വലി ഇതിന്റെ പൂവല്ലേ മേളില് ബോഗൻ വില്ലയിൽ നിന്ന് വീണ് ഇതിന്റെ പൂ പോലെ ഇരിക്കുന്നതാണ്. അടുത്തത് നമ്മുടെ ബോഗൻ വില്ല. ഇവിടെ നിന്നൊരു കമ്പി ഇട്ടിട്ട് ഇങ്ങറ്റം വരെ ഇട്ടിട്ടുണ്ട്. ഒരു ടേസ്റ്റ് ഇല്ല. പച്ച കണ്ടോ. ഇതിലേത് ക്യാമറ എല്ലാത്തിലും കണ്ടു. ലൈക്ക് ചെയ്യല്, സബ്സ്ക്രൈബ്